മാനിന്റെ പ്രാരബ്ധം തീരവേ അതിനെ സിംഹം പിടിക്കുന്നു. പ്രാരബ്ധം തീർന്നിട്ടില്ല ഓടി രക്ഷപ്പെടും, പ്രാരബ്ധം തീർന്ന ചത്തും പോകും. അതിൽ സിംഹത്തിന് പാപമില്ലെങ്കിൽ അതതിന്റെ ശാപ്പാടാണ്, അതതിന്റെ ശാപ്പാടാണ്. പ്രാരബ്ധം തീർന്ന മനുഷ്യനെ കുത്തിക്കൊന്ന ഒരാൾക്കും പാപം ലഭിക്കില്ലല്ലോ. തിന്നോളൂ, ആ കുഴപ്പമില്ല, ഒന്നിട്ടേക്കരുത്, തിന്നാ മതി. കുത്തിക്കൊല്ലുന്നതിൽ പാപമില്ല. സിംഹം അതിനെ കൊന്നിട്ടിട്ട് പോണ്ടോ? ഇല്ല. സിംഹം അതിനെ കൊന്ന് ഒക്കെ കുറെ നേരം അതിനൊക്കെ നോക്കി ആസ്വദിച്ച് കുറെ നേരം കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പൊ കഴിക്കൊന്നുമില്ല. വേറെ ജന്തുക്കളായിട്ട് അപ്പൊ കഴിക്കും, കുറുക്കനൊക്കെ അപ്പൊ കഴിക്കും, കിട്ടിയ സാധനം കിട്ടിയ സമയത്ത് കഴിക്കും. സിംഹം വളരെ രാജകീയമായിട്ടൊക്കെ നോക്കി ഒക്കെ ഒന്ന് തുടച്ച് കുറച്ചു നേരം കഴിഞ്ഞ് വയറ് നിറയണവരെ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഒറ്റ പോക്കാം, പിന്നെ നോക്കില്ല. പിന്നെ അത് കുറുനരിയോ അല്ലെങ്കിൽ കഴുതപ്പുലിയോ ഒക്കെ വന്ന് ഇത് മുഴുവൻ ശാപ്പാടടിച്ചു. അത് കാട്ടിലെ നിയമമാണ്. അതുപോലെ എനിക്ക് വിശപ്പ് സഹിക്ക വയ്യ, അവൻ എന്തായാലും മരിക്കാനായവനാണ്, വയസ്സനാണ്, അപ്പൊ ഞാൻ അവനെ കൊന്നിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ടുള്ള തിന്നാൻ പാപമുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ വിധി കൽപ്പിക്കാൻ എനിക്ക് അധികാരമല്ല, ഞാൻ ന്യായാധിപനും അല്ല, രാജാവും അല്ല. പക്ഷെ ഭാവന അതായിരിക്കും. ഒരു ദേഷ്യം ആൾക്ക് ഉണ്ടാവരുത്, ഒരു വിരോധം ഉണ്ടാവരുത്, താൻ ആരെ കൊല്ലുന്ന ആളുടെ വിരോധം ഉണ്ടാവരുത്. പിന്നെ എന്തായിരിക്കണം? എന്റെ ഇരയാണ്, ഇര എന്നുള്ള ബോധമാണ് നന്ദുവാവുള്ളൂ. ഈ ലോകത്തിന്റെ നിയമമല്ലേ അത്? ഇല്ല. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക, അപ്പൊ അവിടെ ഒരു തവള ഉണ്ട്, ആ തവളയെ ഒരു പാമ്പ് വന്ന് പിടിക്കുക, അപ്പൊ പാമ്പിനെ കല്ലെടുത്ത് ഓടിക്കാൻ എനിക്ക് അധികാരമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. രക്ഷിക്കാൻ അധികാരമില്ല. രക്ഷിക്കാൻ നിങ്ങൾ രക്ഷിക്കുക എന്ന് പറഞ്ഞ അയാളുടെ ചാപ്പാട് ഇല്ലാണ്ടാക്കുക, അതിന് നിങ്ങൾക്ക് അധികാരമുള്ള. നേരെ മറിച്ച് ആ തവള എന്റെ മടിയിൽ വന്നിരുന്നു, എന്നാ പാമ്പേ നീ ഇപ്പൊ അതിനെ നിനക്ക് കിട്ടില്ല, കാരണം ഇത് എന്നെ ആശ്രയിച്ചിട്ടുണ്ട്, അവിടെ നിനക്ക് പകരം തുല്യമായ എന്തെങ്കിലും ഒന്ന് ഞാൻ തരാം എന്ന് പറഞ്ഞാൽ വിരോധമില്ല, വിരോധമില്ല. അല്ലാത്ത പക്ഷം പ്രപഞ്ച നിയമത്തിൽ കൈകടത്താൻ എനിക്ക് അധികാരം. മറ്റത് വ്യക്തി വൈരാഗ്യത്തിനാണ് ഒരാളെ കൊല്ലുന്നത്. അയാൾ പ്രാരബ്ധം തീർന്നാലല്ലേ ചാവുള്ളൂ. പിന്നെ എനിക്ക് പാപമില്ലല്ലോ എന്നാണെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാൻ കോടതിക്കും അധികാരമുണ്ട്. നിങ്ങളുടെ പ്രാരബ്ധം എന്ന് മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യ ദൂരം വേണം. ഒരു ഭാഗത്തേക്ക് മാത്രം ഒരാ പ്രാരബ്ധവാദം. അതെ അതെ അതെ, ശിബിയുടെ ചരിത്രം ഓർമ്മിച്ചാൽ മതി.